എന്ത് തോന്നി ഞാൻ പറഞ്ഞപ്പോൾ? എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലായത്? +1 +2 എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എ പ്രോഗ്രാം. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ തോന്നി? എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എ പ്രോഗ്രാം. നിങ്ങളോടൊന്നും എല്ലാവരോടും ചോദിക്കട്ടെ, എന്താണ് ഓരോരുത്തരും ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് നിങ്ങൾക്ക് തോന്നി? എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എ പ്രോഗ്രാം. അഭിലാഷ്, ഈ എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എ പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ എന്ത് തോന്നി? എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എ പ്രോഗ്രാം. ആയിരിക്കും ഈ റോബോട്ട് വർക്ക് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ്. അതൊരിക്കലും ഒരു ഡോക്ടർ പണി ചെയ്യില്ല, ശരിയല്ലേ? സോ ഡോക്ടർ പണി ചെയ്യുന്ന റോബോട്ട് ആണെങ്കിലോ അവൻ ആ സർജറികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്താണോ ഈ റോബോട്ടിന് കൊടുത്തിരിക്കുന്ന സജഷൻസ് എന്താണോ, പ്രോഗ്രാം എന്താണോ, ആ പ്രോഗ്രാം അനുസരിച്ചാണ് ആ റോബോട്ട് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മളോ, മനുഷ്യരെങ്ങനെ വർക്ക് ചെയ്യുന്നത്? റോബോട്ടുകൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ റോബോട്ടിനെ ഉണ്ടാക്കി ആ റോബോട്ടിന് ഇപ്പോ നമ്മൾ ആ റോബോട്ടിന്റെ കയ്യിൽ ഒരു AK-47 ഗണ്ണും മെഷീൻ ഗണ്ണും കൊടുത്ത് പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കണേ, ചുറ്റും കാണാൻ 1000 പേരെ ഉപയോഗിച്ചു പോകുന്നതാണ്. ആ പോയിട്ട് കൊന്നിട്ട് വളരെ ക്ലീൻ ആയിട്ട് വരും, അല്ലേ? അപ്പൊ ഇവിടെ മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ റോബോട്ടിനായിട്ട് മനുഷ്യനെ കമ്പയർ ചെയ്തേ ഒന്ന് പറഞ്ഞേ, ഒന്ന് വെറുതെ നിങ്ങൾക്ക് തോന്നിയതൊന്നും എല്ലാവരും വിളിച്ച് പറഞ്ഞു കേൾക്കട്ടെ. ഒരു റോബോട്ടും ഒരു മനുഷ്യനും ഒന്ന് കമ്പയർ ചെയ്തേ. മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി മനുഷ്യനുണ്ട്, റോബോട്ടിന് അതില്ല. പിന്നെ ഇമോഷണൽ ഫീലിങ്സ് മനുഷ്യനുണ്ട്, റോബോട്ടുകൾക്ക് ഇല്ല. പിന്നെ റോബോട്ടുകൾക്ക് എറർ ഉണ്ടോ? പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ മനുഷ്യന് പറ്റും. ഓക്കെ, പിന്നെ റോബോട്ട് റെസ്റ്റ് വേണ്ട, മനുഷ്യന് വേണം. ചാർജ്. ഓക്കെ, പിന്നെ റോബോട്ടുകൾക്ക് റിസ്ക് ഇല്ല. പിന്നെ EMI ലോണൊന്നുമില്ല. ഈ EMI എടുത്ത റോബോട്ടാണെങ്കിലും